ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവനും നക്ഷത്രത്തിൽ തുടങ്ങുന്ന ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും ഞാനിന്ന് കഴിക്കാൻ വേണ്ടി പോണത്. എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അങ്ങനെ ഇപ്പൊ രാവിലെ തന്നെ വെച്ച് തുടങ്ങുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനൊരു ഹോട്ടലിൽ കയറി. ഞാൻ കഴിക്കാൻ വേണ്ടി യിൽ തുടങ്ങുന്ന ഭക്ഷണമായിട്ട് വാങ്ങിയത് അപ്പമാണ്. അങ്ങനെ ഇപ്പൊ ആ ഒരു അപ്പമൊക്കെ കഴിച്ചതിന് ശേഷം അപ്പത്തിന്റെ പൈസയും കൊടുത്ത് ഞാൻ നേരെ വീട്ടിൽ പോയി. അതിനുശേഷം വീടെത്തി ഒരു കുളിയൊക്കെ കുളിച്ച് വെറുതെ ഇങ്ങനെ വീട്ടിൽ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറിന് വീണ്ടും ഒരു ഇളക്കം എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ നേരെ വണ്ടി എടുത്ത് തിന്നാൻ വാങ്ങാൻ വേണ്ടി പോയത് ഈ ഒരു ഫ്രൂട്ട്സ് കടയ്ക്കായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ കഴിക്കാൻ വേണ്ടി വാങ്ങിയത് ആപ്പിളാണ്. ആപ്പിളിൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അത് ഫുള്ള് ഞാൻ തിന്നു തീർത്തു. അതിനുശേഷം സമയം ഇപ്പൊ ഉച്ചയായി. ഉച്ചയ്ക്ക് ഇനി തുടങ്ങുന്നത് എന്ത് കഴിക്കുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്നാ പിന്നെ അവില് കുഴച്ചത് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത്. അതിനുവേണ്ടി ഞാനിപ്പോ കടയിൽ പോയി കുറച്ച് അവില് വാങ്ങിയിട്ട് വന്ന് അമ്മന്റെ കൊടുത്തു. കാരണം ഞാനിത് ഉണ്ടാക്കിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പൊ അമ്മ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അവിലൊക്കെ കുഴച്ച് തന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഉച്ചയ്ക്ക് തുടങ്ങുന്ന ഭക്ഷണമായിട്ട് കഴിച്ചത് ഈ ഒരു അവില് കുഴച്ചതായിരുന്നു. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ നേരെ വൈകുന്നേരം ആയെങ്കിലും ഇന്ന് വൈകുന്നേരം എനിക്ക് ചായ കുടിക്കാൻ പറ്റില്ല. കാരണം ചായ എന്ന് പറയുമ്പോൾ സി ആണ് ആദ്യത്തെ അക്ഷരം. അതുകൊണ്ട് വൈകുന്നേരം ഞാൻ ചായക്ക് പകരം അവിൽ മിൽക്ക് കഴിക്കാന്ന് വിചാരിച്ച് ഞാനിപ്പോ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി വീടിനടുത്തുള്ള നമ്മുടെ ഒരു അനിയനെയും കൂട്ടി അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി ഒരു ബേക്കറി പോയി. അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന ആള് വീതം ഓരോ അവിൽ മിൽക്ക് വാങ്ങി കഴിച്ച് വയറ് നിറച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം ഇപ്പൊ രാത്രി 7:30 ആയി. അതുകൊണ്ട് രാത്രി ഞാനിപ്പോ വെച്ചുള്ള ഭക്ഷണമായിട്ട് കഴിക്കാൻ പോണത് അൽഫാമാണ്. അതിനുവേണ്ടി ഞാനൊരു മന്തിക്കടയിൽ പോയി ഒരു അൽഫാം മാത്രം ഓർഡർ ചെയ്ത് വാങ്ങിയതിന് ശേഷം എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഈ ഒരു അൽഫാം കഴിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.